السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് കഹ്ഫിലെ 39-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചു. നമ്മൾ അതിനോട് ചേർന്നുള്ള 2 ആയത്തുകളെ വിശദീകരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا. ഈ 2 ആയത്തിനെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെ ലളിതമായ 2 ആയത്താണ്. പക്ഷേ അതിൻ്റെ ഉള്ളില് അള്ളാഹു പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥൻ ധാരാളം ചിന്തകളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ അറബി ഭാഷ എന്നുള്ളത് അത് പദസമ്പത്ത് കൊണ്ടും ആശയ വൈപുല്യം കൊണ്ടും ഏറെ വിശാലമായൊരു ഭാഷയാണ്. ലോകത്ത് അറബി ഭാഷയെ പോലെ ആശയ സമ്പുഷ്ടതയുള്ള, അതുപോലെ തന്നെ പദസമ്പത്ത് കൊണ്ട് വൈപുല്യമുള്ള ഒരു ഭാഷ അറബി ഭാഷയെ പോലെ മറ്റൊരു ഭാഷ ലോകത്തില്ല. എന്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അല്ലെങ്കിൽ മനുഷ്യ കുടുംബത്തിന് അന്ത്യവേദം അറബി ഭാഷയിലായി ഇറങ്ങി എന്നുള്ളത് ഈ ഭാഷയെ പഠിക്കുന്ന, ഈ ഭാഷയുടെ സൗന്ദര്യം, അതിൻ്റെ ആശയ ലോകം, അതിൻ്റെ പദസമ്പത്തിന്റെ വൈപുല്യം, ഇതെല്ലാം പഠിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്കെല്ലാം അറിയുന്നത് പോലെ അറബി ഭാഷയിൽ എല്ലാ കാലത്തെയും അതിസമ്പന്നരായ, ആ ഭാഷ ശാസ്ത്രത്തില് അതിസമ്പന്നരായ ഒരു സമൂഹത്തിനിടയിൽ നിന്ന് അവരുടെ തന്നെ നിരക്ഷരനായ സഹോദരപുത്രനാണ് ഈ വാക്കുകളെ അവർക്ക് കേൾപ്പിക്കുന്നത്. അവരുടെ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുമാറുള്ള രൂപത്തിൽ ദൈവീക വചനങ്ങൾ അവർക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും നിലവിലുള്ള അവരുടെ സാഹിത്യ ആശയ ലോകത്തെ എല്ലാ അവരുടെ ധാരണകളെയും തിരുത്തുകയാണ്. അപ്പോ ഇവിടെ പ്രത്യക്ഷത്തില് നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഓതിപ്പോകുന്ന ഓരോ ആയത്തുകളും അതിന്റെ മേൽപ്പരപ്പില് നോക്കിയാൽ തന്നെ കുറെ കാര്യങ്ങൾ അങ്ങ് മനസ്സിലാകും. അപ്പോ ഒരു സംഭവം വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു ധാരാളം ചിന്തകളെ, അതുപോലെ തന്നെ ഓരോ കാലത്തുമുള്ള മനുഷ്യർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമാത്രയിലുള്ള കാര്യങ്ങളെ അള്ളാഹു അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ. ഇത് മുബാറക്കായ ഒരു വേദാണ്. മുബാറക്കായ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ബർക്കത്തുള്ള വേദാണ്. നമ്മൾ മുബാറക്ക് എന്നുള്ളതിന് പൊതുവെ ബർക്കത്തുള്ള വേദം എന്നാണ് പറയല്. എന്താണ് ബർക്കത്തുള്ള വേദം എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആൻ തഫ്സീർ പറഞ്ഞിരുന്നെങ്കിൽ അതിനെ റസൂലുള്ളാഹ് പ്രവാചകന്റെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അതിനപ്പുറം ഒരു വ്യാഖ്യാനം ലോകത്ത് രൂപപ്പെടില്ല, ഉണ്ടാവാൻ പാടില്ല, ആർക്കും അങ്ങനെ നിർമ്മിക്കാനും കഴിയില്ല. എന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ത്യപ്രവാചകൻ, ലോകാനുഗ്രഹിയായ പ്രവാചകൻ തന്നിലേക്ക് അവതീർണമാകുന്ന ഈ വേദവചനങ്ങളെ തന്റെ മുമ്പിലുള്ള ഒരു സമൂഹത്തിന് അങ്ങ് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയും അവര് ആ സമയത്ത് അവരുടെ ഭൂമികയിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ, അവർ നേരിടുന്ന വിഷയങ്ങളെ ആ കേൾക്കുന്ന വചനത്തിൽ നിന്ന് അവരങ്ങ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് മുബാറക്കായ വേദം കൊണ്ട് തന്നെ എല്ലാ കാലത്തുമുള്ള മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കുന്ന മുഅ്ജിസത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ കാലത്തുമുള്ള മനുഷ്യരുടെ ജീവിത പരിസരങ്ങളുമായിട്ടാണ് ഇത് ബന്ധപ്പെടുക. അതുകൊണ്ട് റസൂലുള്ളാഹ് അതിന് വ്യാഖ്യാനം പറഞ്ഞില്ല. അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിരുന്നുവെങ്കിൽ ഇബ്നു കസീറും തൊബരിയും ഖുർത്തുബിയും തുടങ്ങിയുള്ള വളരെ വിശ്രുതരായ പണ്ഡിതന്മാരൊന്നും വ്യാഖ്യാതാക്കളൊന്നും ഉണ്ടാവൂലായിരുന്നു. അപ്പോ ആദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, ഇത് എല്ലാ ഭൂമികയിലുമുള്ള
മനുഷ്യരുടെ ജീവിത വിഷയവുമായി അവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന, അവരുടെ പരിസരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ജീവിതാശയങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറെ ബർക്കത്തുള്ളൊരു വേദാണ് എന്നർത്ഥം. അപ്പൊ എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളെ അതാത് സമയങ്ങളിൽ അവർക്ക് ഇത് വായിക്കുമ്പോൾ തിരിയും. അതാണ് ഖുർആന്റെ ശരിയായ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പ്രത്യക്ഷത്തിൽ ഈ ആയത്തുകളെല്ലാം തന്നെ ഒറ്റ നോട്ടത്തില് നമുക്ക് വളരെ സഹിലായ, വളരെ ലളിതമായ ആശയങ്ങൾ അടങ്ങിയ ഒന്നായി തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളില് അള്ളാഹു നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബോധങ്ങളെല്ലാം തന്നെ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മളും ഈ രണ്ട് വ്യക്തികളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മളും അവരിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതവും കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ഈ രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട രണ്ട് ജനവിഭാഗങ്ങള് നമുക്ക് മുമ്പിൽ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ തന്റെ കൂട്ടുകാരനോട് ധിക്കാരപൂർവം സമ്പത്ത് ലഭിച്ചതിനെ അത് അള്ളാഹുവിന്റെ ദാനമായി കാണാത്ത, തന്റെ ആരോഗ്യത്തെ പടച്ച തമ്പുരാന്റെ സമ്മാനമായിട്ട് കാണാത്ത, തനിക്ക് ഒരു ശക്തിയുമില്ല എന്ന ബോധത്തിൽ നിന്നുകൊണ്ടല്ലാതെ എല്ലാം എന്റേതാണ്, എല്ലാം ഞാനാണ്, ഞാൻ എന്ന ഒരു അഹങ്കാര ഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് സമ്പത്തും അധികാരവും മറ്റു ഭൗതിക സംവിധാനങ്ങളെയും അഹങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര്. എന്നാൽ അവിടെ എല്ലാത്തിനെയും തന്റെ നാഥന്റെ ദാനമായിട്ട് കാണുന്ന, എല്ലാം തന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹമായിട്ട് കാണുന്ന മറ്റൊരു ചിന്ത പേറുന്ന ഒരു മനുഷ്യന്. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇത് പിന്നെ ഒരു സമൂഹത്തിൽ നടന്ന സംഭവത്തെ അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്, ഒരു ചരിത്ര സംഭവത്തെ എടുത്തുദ്ധരിക്കുകയാണ്. ഇവിടെ പേര് പറയാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പേരെന്തുകൊണ്ട് പറയുന്നില്ല പറഞ്ഞില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ ഈ ധിക്കാര ഭാവേനെ സംസാരിക്കുന്ന മനുഷ്യനോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറയാണ്, അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഇടപെട്ട് അദ്ദേഹം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, അകഫർത്ത, നീ കളവാക്കിയില്ലേ, ബില്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ച ഒരു മഹാശക്തിയെ നീ നിഷേധിച്ചുവല്ലേ. അപ്പൊ ഇവിടെ അകഫർത്ത എന്ന് പറയുന്നത് പിന്നെ മുൻകഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗത്തെയാണ് ഈ ഒരു വാക്കിന്റെ ഉള്ളിൽ അദ്ദേഹത്തിനെ തന്നെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ്? അന അക്സറു മിൻക, ഞാൻ നിന്നേക്കാളും. അപ്പൊ ഞാൻ എന്ന അന എന്ന വാക്ക് അത് ഒരു നിഷേധത്തിന് തുല്യമായ വാക്കാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ കഫറ എന്ന വാക്ക്. ഇവിടെ എന്ത് കുഫ്രാണ് ഈ മനുഷ്യൻ ഇയാളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചത്? എന്ത് കുഫ്രാണ് ഇയാൾ ചെയ്തത്? എന്ത് നിഷേധഭാവത്തെയാണ് ഇയാൾ പ്രകടിപ്പിച്ചത്? എന്ത് അനുഗ്രഹത്തെയാണ് ഇയാൾ മറച്ചു വെച്ചത്? എന്ത് സത്യത്തെയാണ് ഇയാൾ മൂടി വെച്ചത്? അപ്പോ ഇവിടെ ആ കഫർത്ത, നീ നിഷേധിച്ചുവല്ലേ, നീ കളവാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് പിന്നെ ഭാഷാ പണ്ഡിതന്മാര് പറയും, ഇവിടെ പിന്നെ ഈ അകഫർത്ത എന്നുള്ളതില് അത് ഇസ്തിഫാമിന്റെ അക്ഷരമല്ല, എന്നുള്ളത് അത് ഇസ്തിഫാമിനെയല്ല സൂചിപ്പിക്കുന്നത്, ബൽഹിയ, അത് ഇസ്തിങ്കാറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയാ. ഇസ്തിങ്കാർ എന്ന് പറഞ്ഞാൽ അതിനെ അപലപിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ നീ വല്ലാത്തൊരു വർത്തമാനമാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതിനെ അപലപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പിന്നെ അലിഫിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇസ്തിഫാമിന് വേണ്ടിയിട്ടല്ല, അത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന ആ വാക്കിന്റെ ഉള്ളിലുള്ള ഒരു ഗൗരവത്തെ, ഞാൻ എന്ന് പറയുന്ന അയാളുടെ അഹംഭാവത്തെ അത് ഒരു കുഫ്രിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മളെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് ഒരു അസുഖം വരികയാണ്, അപ്പോ നമ്മൾ പെട്ടെന്ന് ആ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ആ സമയത്ത് അള്ളാഹുലുള്ള പൂർവ്വ പ്രതീക്ഷ ഉണ്ടാവും നമുക്ക്. എന്നാൽ അവിടെ പോയിട്ട് ആ കുഞ്ഞിന്റെ അസുഖം അൽഹംദുലില്ലാ അവിടുന്ന് അവര് കൊടുത്ത ചെറിയ മരുന്ന് ഉപയോഗിച്ച്, ആ അസ്ബാബുകൾ ഉപയോഗിച്ച് നമ്മൾ ചികിത്സ നടത്തി, അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ഫضല് കൊണ്ട് ആ കുഞ്ഞിന് അസുഖം മാറി. അതേ അസുഖം പിന്നീട് മറ്റൊരു തവണ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയില്ലാതെ ഈ മരുന്നിലേക്ക് മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോ,
അവിടെ പോയിട്ടാണ് അത് മാറിയത് എന്ന് പറയുന്ന ഒരു വർത്താനം. അത് പ്രതീക്ഷ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് അള്ളാഹുവിനെ കൈയൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ശിഫയെ പ്രതീക്ഷിക്കാതെയുള്ള മനുഷ്യന്റെ വർത്താനാണ്. ഇതുപോലെ ജീവിതത്തിൽ മാറി പറയുന്ന ഇത്തരത്തിലുള്ള വർത്താനങ്ങൾ ഉണ്ടാവും. അതേപോലെയാണ് ചില സമയങ്ങളിൽ മനുഷ്യൻ അവനെ തന്നെ വലിയവനായിട്ട് കാണും, അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ തന്നെ അത് തന്നെയാണ് എല്ലാ മാറ്റങ്ങൾക്കും നിദാനമെന്ന് മനുഷ്യൻ ഭാവിക്കും. അല്ലെങ്കിൽ അവന്റെ കഴിവുകൾ, അവന്റെ ശക്തി, എന്നിലുള്ള ശക്തി, എന്റെ കഴിവ്, എന്റെ സമ്പത്ത്, എന്റെ ധനം എന്നെല്ലാം പറഞ്ഞ് ഇത് തന്നെയാണ് എന്റെ ഐശ്വര്യത്തിന്, ഇതെല്ലാം എന്റേതാണ് എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തും. ഇതുപോലെ ചില സമയങ്ങളിൽ ചില വസ്തുക്കളിലേക്ക് പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് നമ്മൾ ആ വസ്തുവിലേക്ക് മാത്രം ചേർക്കുന്നത് പോലെ അള്ളാഹുവിലേക്ക് ചേർക്കാതെ, അള്ളാഹുവിന്റെ മഷീഅത്തിലേക്ക് കാര്യങ്ങളെ വിട്ടുകൊടുക്കാതെ, അള്ളാഹുവിന്റെ മഷീഅത്തിനെ ചേർത്ത് വെച്ച് സംസാരിക്കാതെ അതിലേക്ക്, അല്ലെങ്കിൽ എന്റേത് എന്ന് പറയുന്ന ഒരു ഭാവം. ഇപ്പോ ഒരു ദുർബലമായ ഒരു 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 ഹദീസ്, ഒരു മഖബൂലായ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അതിന് നമുക്ക് എന്താക്കാം, നമുക്ക് ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളാം. ഇപ്പൊ മൂസാ നബിക്ക് പല്ലുവേദന വന്നൊരു സംഭവത്തെ എടുത്തു കാട്ടുന്നുണ്ട്. അപ്പൊ പല്ലുവേദന വന്ന സമയത്ത് മൂസാ നബി പിന്നെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു എനിക്ക് പല്ലുവേദന ഉണ്ട്, ഒന്ന് മാറ്റിത്തരണം. ഒരു വൃക്ഷത്തിന്റെ കൊമ്പെടുത്ത് പിന്നെ പല്ല് തേക്കുവാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അപ്പോ ആ വൃക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് മൂസാ നബിന്റെ ചിന്തയില് പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹു അതിൽ ശിഫ വെച്ചിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയുള്ള പിന്നെ ഒരു പോക്കാണ്. എന്നിട്ട് അതെടുത്ത് പല്ല് തേക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. രണ്ടാമത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പല്ലുവേദന വരുന്നു. മൂസാ നബി നേരെ ആ വൃക്ഷത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതെടുത്ത് പല്ല് തേക്കുന്നു, പല്ലുവേദന മാറുന്നില്ല. അള്ളാഹിനോട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിക്കുന്ന പ്രവാചകൻ ചോദിക്കുകയാണ്, പിന്നെ പല്ലുവേദന മാറുന്നില്ലല്ലോ പടച്ചോനെ. അപ്പൊ അള്ളാഹു പറയാണ്, ആദ്യം പോയത് എന്റെ കൽപ്പനയെ പൂർണ്ണമായി സ്വീകരിച്ച് ഇഫയുണ്ട് എന്ന ബോധത്തിലാണ്. രണ്ടാമത് നീ പോയപ്പോഴ് അത് മറന്നുകൊണ്ട് അതെടുത്ത് പല്ല് തേച്ചാൽ പല്ലുവേദന മാറും എന്ന ബോധത്തിലാണ് മൂസാ നീ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയായിരിക്കണം ഓരോ വിഷയത്തിലും റബ്ബിന്റെ മഷീഅത്തിന് ചേർത്ത് വെക്കേണ്ടത് എന്ന് മൂസാ നബിനെ പഠിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ ഹൈഫായ ഹദീസുകളെ കുറിച്ച് പഠിക്കുന്നിടത്ത് അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോ അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിത വസ്തുത ഉണ്ട്. അതെന്താണ്? എല്ലാത്തിനെയും അള്ളാഹുബായിട്ട് ചേർത്ത് വെക്കണം എന്നുള്ളത്. ഞാൻ സിമ്പിളായ സംഗതിയാണ്, കുഫറും ഷിർക്കും തൗഹീദെല്ലാം പെട്ടെന്ന് ബോധ്യപ്പെടാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു സംഗതി പറഞ്ഞതാണ്. അപ്പോ ഇവിടെയും ഈ സ്വാഹിബ്, ഇദ്ദേഹത്തിന്റെ ഈ ദുർബലനായ കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ദുർബലനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയ, എന്നാൽ ഐശ്വര്യവാനായ അതിശക്തനായ അള്ളാഹുവിൽ തന്റെ ചിന്തയെ ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ വിക്റിലായി തന്റെ ജീവിതത്തെ പിന്നെ കൊണ്ടുപോകുന്ന അതിശക്തനായ ആ മനുഷ്യനെ, ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഈ ഇടപെടലിനെ ഒരു കുഫറിന്റെ ഇടപെടലായിട്ടാണ് കാണുന്നത്. അകഫർത്ത, ഓ നീ വല്ലാത്തൊരു മനുഷ്യനാണല്ലോ, നീ നിഷേധിച്ചുവല്ലേ ബില്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ച നാഥനെ. നമ്മള് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ നന്ദിയുള്ളവനാകുന്നത് എപ്പോഴാണ്? മനുഷ്യൻ നന്ദിയുള്ളവനാകുന്നത് അവന്റെ പിന്നിട്ട വഴിയിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്. അവന്റെ പിന്നിട്ട ഘട്ടങ്ങളെ കുറിച്ച് അവൻ ഗാഠമായിട്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ നന്ദിയുള്ള മനുഷ്യനാകുക. അതുകൊണ്ടാണ് ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ, അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അവനെ എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് നീ മാറിയത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ധാരാളമായിട്ട് അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം, അതിന്റെ ഒടുക്കം, ഇതെല്ലാം അതിന്റെ ഉള്ളിൽ അള്ളാഹു നിറച്ചു വെച്ച മഹാദാനങ്ങൾ, മഹാനുഗ്രഹങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പറയും. അതെന്തിനാണ്? മനുഷ്യൻ നന്ദിയുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്. ഒരു പിന്നെ ഹുവല്ലദീ അൻശഅക്കും, അവൻ എത്രയോ നിന്നെ സൃഷ്ടിച്ചവൻ, രൂപപ്പെടുത്തിയവനാണവൻ. ഖലീലമ്മാ തശ്കുറുൻ, നന്ദി കാണിക്കുന്നവരോ വളരെ കുറച്ചുമാണ്. അപ്പൊ എന്താണ് ആ ആയത്തിലും പറഞ്ഞ? എന്താണ്? നിന്റെ പിന്നിട്ട വഴിയിലേക്ക് നീ തിരിച്ചു പോകൂ എന്ന് പറയാണ്. എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നീ ഏത് രൂപത്തിലായിരുന്നു നിന്റെ മുൻകഴിഞ്ഞ ഒരു കാലം? നീ എങ്ങനെയായിരുന്നു? എന്തിൽ നിന്നാണ് നീ ഈ കാണുന്ന ഈ ഭാവത്തിലേക്ക് നീ മാറിയത്? ആരാണ് നിന്നെ മാറ്റിയത്? പിന്നിട്ട വഴിയിലേക്ക് തിരിച്ചു പോകണം. ബഖറയില് അള്ളാഹു മനുഷ്യനെ ഉണർത്തുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണ്?
നിങ്ങൾ പടച്ച തമ്പുരാനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? അതക്ഫുറൂന ബില്ലാ ആ വകുൻതും അംവാതൻ ഫഅഹിയാകും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും. അപ്പൊ നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്തവനായിരുന്നു. നോക്കൂ എന്തൊരു ആ ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കുവാൻ കഴിയുക? നിങ്ങളുടെ നാഥനെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കുവാൻ കഴിയും? വകുൻതും അംവാതൻ, നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്തവരായിരുന്നു, നിങ്ങൾ മരിച്ചവരായിരുന്നു പറഞ്ഞാല് നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇല്ല അല്ലേ? ഇപ്പൊ 47 വയസ്സായ ഞാൻ ഇതിനു മുമ്പ് എവിടെയെന്ന് ചോദിച്ചാല് എനിക്കറിയില്ല. കുൻതും അംവാതൻ, ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്തവരായിരുന്നു. ഫഅഹ്യാക്കും, ഇപ്പോൾ ഇതാ നിങ്ങൾ പുതിയ സൃഷ്ടിയായി നിൽക്കുന്നു. ഇനി സുമ്മയുമീതുക്കും, ദാ നിങ്ങളുടെ സമയം തീരാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ സമയം കുറിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആ സമയത്തിന്റെ, നിങ്ങളുടെ അന്ത്യനിമിഷത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുമ്മയുമീത്തുക്കും, നിങ്ങളെ മരിപ്പിക്കും. സുമ്മയുഹ്യീക്കും, വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ നാഥനെ നിഷേധിക്കാൻ കഴിയുക? കൈഫ തക്ഫുറൂന ബില്ലാഹ്, ആ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത് മനുഷ്യരെ? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ, നീ ഭൂമിയിൽ തന്നെ ഇല്ലാത്തവനായിരുന്നു. ഫഅഹ്യാക്കും, ഇപ്പോഴിതാ നീ പുതിയ സൃഷ്ടിയായി നിൽക്കുന്നു. സുമ്മ യുമീതുക്കും, നിന്നെ മരിപ്പിക്കും. സുമ്മ യുഹ്യീക്കും, വീണ്ടും നിന്നെ സൃഷ്ടിക്കും. അപ്പൊ അഗാധമായ അവനെക്കുറിച്ച് തന്നെ, മനുഷ്യനെ കുറിച്ച് തന്നെ, ഓരോ വ്യക്തിയും അവരെ കുറിച്ച് തന്നെ ഗാഢമായി ചിന്തിച്ച് അവന്റെ നാഥനോട് നന്ദിയുള്ളവനാകാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പിന്നിട്ട വഴിയിലേക്ക് തിരിച്ചു പോകണം അല്ലെ? നമ്മളെല്ലാവരും ഓരോ ഇടങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്, എത്തി നിൽക്കുന്നവരാണ്. നമ്മുടെ ഉമ്മ ഉപ്പ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യര്, അതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല ആളുകൾ, ഇവരുടെ എല്ലാം തന്നെ കൈത്താങ്, സ്നേഹം, കാരുണ്യം നമ്മുടെ ഈ ഇരിപ്പിന്റെ പിറകിലുണ്ട്, ത്യാഗമുണ്ട്. അപ്പൊ നമ്മള് അതിനെല്ലാം നമ്മള് ഒറ്റയടിക്ക് അങ്ങ് മുഖം തിരിച്ച് വിസ്മരിക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് ധിക്കാരി എന്ന് പറയും, നിഷേധി എന്ന് പറയും അല്ലെ? നമ്മൾ പിറകോട്ട് പോയി അതിനെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും സ്മരിക്കുകയും മറ്റുള്ളവരുടെ ത്യാഗങ്ങളെ കുറിച്ച്, അവർ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുകയും അതിനനുസരിച്ച് നമ്മൾ അവരോട് ഇടപെടുകയും ചെയ്യുമ്പോൾ കാണുന്നവർ പറയും അവൻ നന്ദിയുള്ളവനാണെന്ന് പറയും. അതാണ് ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഇതെല്ലാം ഓർത്ത് നിനക്ക് നന്ദി കാണിക്കണമെങ്കിൽ നന്ദി കാണിക്കാം, നീ നിഷേധിയാകണോ നിഷേധിയാവാം. അതുകൊണ്ട് ഈ സഹോദരൻ ചോദിക്കുന്നത്, അക്ഫർത ബില്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ച ജഗന്നിയന്താവായ നിന്റെ സ്രഷ്ടാവിനെ നീ നിഷേധിക്കുന്നുവോ സഹോദര? എന്തിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്? മീൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. മനുഷ്യന്റെ രണ്ട് തരത്തിലുള്ള മനുഷ്യന്റെ ഉയർച്ചയുടെ, സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ ഖുർആന് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് മണ്ണിൽ നിന്ന് അല്ലെ? ചിലപ്പോ ഖുർആന് ചിലപ്പം പറയും മിൻ മാഇൻ, വെള്ളത്തിൽ നിന്നെന്ന് പറയും. ചിലപ്പോ പറയും മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് പറയും. ചിലപ്പോ പറയും മിൻ ഹമഇൻ മസ്നു എന്ന് പറയും. അഥവാ പിന്നെ കളറ് മങ്ങിയ ഒരു പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ ഉണങ്ങിയ, വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന, ഉറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ മൺ കൂമ്പാരത്തിൽ നിന്നെന്ന് പറയും. ചിലപ്പോ പറയും മീൻ സ്വൽസ്വാലിൻ മീൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ എന്ന് പറയും. അത് പൂർണ്ണമായിട്ട് ഉണങ്ങിയ, പിന്നെ അങ്ങ് തട്ടിയാൽ ശബ്ദം വരുന്ന ഒരു 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 മണ്ണിൽ നിന്ന് പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെയാണ് അള്ളാഹു പല ആയത്തുകളിലൂടെ അള്ളാഹു എടുത്തു കാട്ടുന്നത്. മനുഷ്യന്റെ മണ്ണിൽ നിന്ന് മനുഷ്യൻ രൂപപ്പെട്ട് പിന്നീട് അതിനെ എന്താക്കുകയാണ്? ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മിൻ നുത്തുഫത്തിൻ, പിന്നെ നുത്തുഫയിലേക്ക് പിന്നീട് ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും. അപ്പൊ മനുഷ്യന്റെ എല്ലാം തന്നെ തുടക്കം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നീട് മനുഷ്യൻ അവന്റെ പിന്നെ അവൻ ചൊരിക്കുന്ന രേതസ്കണത്തിൽ നിന്നാക്കും വഹിയ അസ്രു തനാസുലി എന്നാണ് പറയുക. മിൻ 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 നുത്തുഫത്തിൻ, അത് പിന്നെ തലമുറകളുടെ എന്താണ് അസ്ലാണ്, അടിസ്ഥാനമാണ് നുത്തുഫ എന്ന് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം മണ്ണിൽ നിന്നും, അതിനുശേഷം അള്ളാഹു അതിന്റെ എല്ലാ ചേരുവകളെയും എല്ലാത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പിന്നീട് അവനിൽ നിന്ന് ഒരു നുത്തുഫയിലൂടെ എന്താണ് പിന്നെ ഇമാം ഷഅറാവി ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്.
എന്തുകൊണ്ടാണ് ഒരാൾ സംസർഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുളിക്കണം? ആ സമയത്ത് അവന്റെ ആ മൺകൂടുണ്ടല്ലോ, അവന്റെ ശരീരമെന്ന ആ ഒരു മൺകൂട്, അതിൽ പൂർണ്ണമായിട്ട് അതിന്റെ ഓരോന്നും ലയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നിങ്ങൾ കുളിച്ചിരിക്കണം എന്ന് പറയുന്നത്. അത് മറ്റൊന്നു പോലെയല്ല. കാരണം അവന്റെ ആ ശരീരത്തിന്റെ മുഴുവൻ ചേരുവകളും ആ സമയത്ത് പിന്നെ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ ശരീരം മുഴുവനും അതിൽ ലയിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് കുളിക്കണം. മനോഹരമാണ് ഇമാം ഷാറാബിന്റെ ആ വിശദീകരണം. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളോട് നിർബന്ധമായിട്ട് കുളിക്കണം എന്ന് പറയുന്നത് എന്ന് ഇമാം ഷാറാബി പറയുന്നുണ്ട്. അപ്പോ പിന്നെ ഇവിടെ മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് എന്ന് പറയുമ്പോൾ മണ്ണിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ അള്ളാഹു വിവിധ ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനില് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? നമുക്കതെല്ലാം അറിയാം. മിൻ മാ ഇൻ മിൻ തുറാബിൻ മിൻ ഹമഇൻ മസ്നൂൻ മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. ഇതിലെന്താണ്? വെള്ളം, പിന്നെ വെള്ളമാണ്. ആ വെള്ളത്തെ കുറെ മണ്ണിൽ ഒഴിക്കുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്താവും? അത് തീനാകും, അല്ലെ? മിൻ തീൻ. അത് പിന്നെ ഒരു കളിമണ്ണായിട്ട് മാറും. പിന്നീട് ആ വെള്ളം അങ്ങ് ചേർന്ന് അത് ഇടകലർന്ന് മാറി വെള്ളവും ആ മണ്ണും കൂടി ഇടകലർന്ന് കഴിഞ്ഞ് അത് ഓരോന്നും മറ്റൊന്നുമായി പിന്നെ ചേർന്ന് കഴിഞ്ഞാല് അതിനെ ഹമഉം മസ്നു എന്ന് പറയും. മിൻ ഹമഇൻ മസ്നു എന്ന് പറയും. പിന്നെ അത് കുറച്ചും കൂടി നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അത് ഉണങ്ങി അതിനിങ്ങനെ തട്ടിയാൽ ശബ്ദം വരുന്ന രൂപത്തിലുള്ള ഒന്നായിട്ട് മാറും. ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാ മതി. അള്ളാഹു ഈ പറഞ്ഞ ഈ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളുടെ വ്യത്യസ്ത മുഖങ്ങൾ അയാളുടെ കൈകളിലൂടെ ഇങ്ങനെ മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ തുടക്കം ഇങ്ങനെയാണ്, അല്ലെ? കളിമൺ പാത്രം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ നോക്കിയാൽ മതി. അയാളുടെ കൈകളിൽ ഈ പറഞ്ഞ ഒരു മണ്ണിന്റെ വ്യത്യസ്തങ്ങളായ രൂപഭേദങ്ങൾ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും. ആ രൂപഭേദങ്ങളെയാണ് ഈ വ്യത്യസ്തങ്ങളായ വാക്കുകളെ കൊണ്ട്, പ്രയോഗങ്ങളെ കൊണ്ട് അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ നുതുഫ ഇതുപോലെ അതിന്റെയും വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട്, അല്ലെ? മണ്ണ്, പിന്നെ ബീജം, ഭ്രൂണം, പിന്നെ അതിനപ്പുറം മാംസപിണ്ഡം, ഓരോന്നും വ്യത്യസ്ത രൂപത്തിലേക്ക് മാറും, അല്ലെ? സൂറത്ത് ഹജ്ജില് അള്ളാഹു ഇത് പറയുന്നുണ്ട്. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ. കണ്ടോ അവിടെ തുറാബ്. മിൻ നുതുഫത്തിൻ, പിന്നെ നുതുഫയിൽ, ആ നുതുഫനെ പിന്നെ അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപഭേദങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് അള്ളാഹു പറയാണ്. മിൻ നുതുഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുൽഗത്തിൻ മുഖല്ലഖത്തിൻ, ആ രൂപം പ്രാപിച്ചതും പ്രാപിക്കാത്തതുമായ അതിന്റെ വേറൊരു രൂപം. അപ്പൊ അവിടെയും മണ്ണ്, പിന്നീട് ഒരു രേതസ് ബിന്ദു, പിന്നീട് ഭ്രൂണം, ഒരു അമ്മയുടെ അണ്ടവുമായിട്ട് അത് ചേരുന്ന മറ്റൊരു ഘട്ടം, പിന്നീട് രൂപം നൽകപ്പെട്ടതും അല്ലാത്തതുമായ മാംസപിണ്ഡം. അങ്ങനെ എന്താണ്? ഒരു വല്ലാത്തൊരു നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത, നമ്മുടെ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു സൃഷ്ടിപ്പ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നടക്കുകയാണ്. മനുഷ്യന്മാര് പൊതുവെ ഭൂമിയിൽ വന്നാൽ ഇതിൽ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അന എന്ന ഭാവത്തിൽ പടച്ച തമ്പുരാനെ വിസ്മരിക്കുന്നത്, അല്ലേ? വിശുദ്ധ ഖുർആന് മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. മനുഷ്യ, നീ നോക്കുന്നില്ലേ നീ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്? ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ്. തെറിച്ച് വീഴുന്ന രേതസ് ബിന്ദുവിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചു. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. വാരിയെല്ലിന്റെയും മുതലെല്ലിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നിൽ നിന്ന്, അല്ലേ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. അല്ലയോ മനുഷ്യ, നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? നീ എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തൊരു കാലം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. എന്നാൽ എല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന, നിന്റെ ദൃഷ്ടി കൊണ്ട്, നിന്റെ നെക്കനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത വളരെ മൈന്യൂട്ടായ ഒരു ബിന്ദുവിന്റെ ഉള്ളിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ കണ്ണും കാതും കേൾവിയും ഹൃദയവും നാഡീവ്യൂഹങ്ങളും മറ്റു അത്ഭുത സംവിധാനങ്ങളും മുഴുവനും നിറച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ രൂപത്തിലേക്ക് ഇതിനെ പരിവർത്തിപ്പിച്ചില്ലേ, അല്ലേ? മനുഷ്യൻ ശ്രവിക്കുന്ന ഒരു മില്ലി രേതസ്കണത്തിൽ മാത്രം 10 ദശലക്ഷം അണുക്കളുണ്ട് എന്നാണ്
നമ്മുടെ മനുഷ്യ പഠന ഗവേഷണ പിന്നെ റിപ്പോർട്ട് അതാ 10 ദശലക്ഷം. അതില് അതിൽ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള വളരെ ദുർബലരായ മനുഷ്യരുടെ എല്ലാം തന്നെ ഒന്നിന്റെ കണക്കായിരിക്കും. എന്നാല് അത് മറ്റു ശക്തരായ നല്ല ശരീര ഗാംഭീര്യമുള്ളവരിലേക്ക് പോകുമ്പോൾ അതിന്റെ അളവ് ഒന്നും കൂടി കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ആ അതിലെ അത്രയും ആധിക്യമുള്ള അണുക്കളിലെ വളരെ മൈന്യൂട്ടായ ഒരു ബിന്ദുവാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും. നമ്മുടെ മുമ്പിൽ നാം കാണുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യര്. അവരുടെ നെറ്റനേത്രം കൊണ്ട് അവരുടെ തന്നെ തുടക്കം കാണാൻ കഴിയില്ല. അത്രയും മൈന്യൂട്ടായ ഒരു ബിന്ദുവാണ്. ആ ബിന്ദുവിന്റെ ഉള്ളിൽ ഈ മഹാ അനുഗ്രഹങ്ങളെ ചേർത്ത് വെച്ചവനാണ് നിന്റെ സൃഷ്ടാവ്. അതുകൊണ്ടാണ് ഈ സാഹിബ്, ഈ സഹോദരൻ ചോദിക്കുന്നത്, അല്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ, ഈ നുത്ഫയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നാഥനെയും നീ നിഷേധിച്ചു അല്ലേ? അങ്ങനെ ഒരു നാളുണ്ടാവൂല. ഇപ്പൊ ഒരു മൊബൈൽ ഉണ്ടാക്കിയിട്ട് ആ മൊബൈൽ ഉണ്ടാക്കിയ ആളോട് പോയിട്ട് നമ്മള്, എടോ നിനക്ക് ഇനി ഇത് നശിച്ചാല്, ആരെങ്കിലും ഇത് തകരാറിലാക്കി കഴിഞ്ഞാല് ഇതിനെ വീണ്ടെടുക്കുവാനോ ഇതിനെ വീണ്ടും ഉണ്ടാക്കാനോ നിനക്ക് കഴിയോ എന്ന് ചോദിക്കുന്നത് എത്രമാത്രം വെഡിത്താണ്. ഇതേപോലെ ഭൂമിയിൽ വന്ന് കണ്ണുകൊണ്ട് നെറ്റനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും മൈന്യൂട്ടായ ഒരു ബിന്ദുവിന്റെ ഉള്ളിൽ ഈ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന, അവൻ ഉപയോഗിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ചേർത്ത് വെച്ച് അതിനെ പടിപടിയായി ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ അതിന് രൂപമാറ്റം വരുത്തി മനുഷ്യനായി അവനെ പുറത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവിടെ വന്ന് പിന്നീട് അവന് ചിന്തയും കേൾവിയും കാഴ്ചയും എല്ലാം നൽകി. കണ്ണുള്ളത് കൊണ്ട് കാണണമെന്നില്ല, കേൾവിയുള്ളത് കൊണ്ട് കേൾക്കണമെന്നില്ല, ചെവി ഉള്ളത് കൊണ്ട് കേൾക്കണമെന്നില്ല, നാവുള്ളത് കൊണ്ട് സംസാരിക്കണമെന്നില്ല. ഇതെല്ലാം മറ്റൊരു ദാനമാണ്, മറ്റൊരു അനുഗ്രഹമാണ് പടച്ചോന്റെ. എന്നിട്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓൻ പറയാണ്, ഇനി എന്നെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് മറ്റൊരു ജീവിതമല്ലാന്ന്. ഇയാളും പറഞ്ഞത് അതാണല്ലോ. അങ്ങനെ ലോകമില്ല എന്ന ഇയാളുടെ വാദവും നമ്മുടെ എല്ലാം തന്നെ മനസ്സിലെ ചില ചിന്തകളെ പറയാണ്. നമ്മളും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വായ കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ ഇതെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കർമ്മങ്ങളിൽ ഇതെല്ലാം പ്രകടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിഷേധഭാവം പ്രകടമാകുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ മതി. ഞാനും എന്നെയും നിങ്ങളെല്ലാം ചേർത്ത് പറയാൻ കേട്ടോ. ഈ പറഞ്ഞതെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തന ഇടങ്ങളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ യൗമുൽ ഖിയാമ ഉണ്ട്, അന്ത്യനാളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ എന്താണ് കരുതുക, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വായ കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർമ്മങ്ങള് അത് നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ലോകമല്ല എന്നുള്ളത്. അപ്പൊ അതൊരു വലിയൊരു ധിക്കാരമാണ്, വലിയൊരു നിഷേധമാണ്, വലിയൊരു മറവിയാണ്, അജ്ഞതയാണ്. എന്തുകൊണ്ട്? ഞാൻ ഈ രൂപത്തിലേക്ക് മാറിയത് തന്നെ എന്റെ നിലവിലുള്ള ഈ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയൊരു ബിന്ദുവിൽ നിന്നാണ്. ആ ബിന്ദുവിനെ സൃഷ്ടിച്ച നാഥൻ. ഇമാം ഷാറാവി ഇതിന് ശേഷമുള്ള ഒരു ആയത്തിൽ ഈ ഒരു ചിന്ത കൊണ്ടുവരുന്നുണ്ട്, ഈ ഒരു വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ഈ ആയത്തിന് ശേഷമുള്ള ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ ഈ പറഞ്ഞ ചിന്തകളെ മുഴുവനും കൊണ്ടുവന്ന് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന നമ്മളെ ഈ രൂപത്തിലേക്ക് മാറ്റിയ ഒരു നാഥനെ വിസ്മരിക്കുകയാണ് നമ്മളത് പറയുന്നില്ല, പക്ഷെ നമ്മുടെ കർമ്മങ്ങള് നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ യൗമുൽ ഖിയാമ എല്ലാം ഒരു ബാലിശമായ വർത്തമാനങ്ങൾ മാത്രമാണ്. കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയി, ആരും വന്നിട്ടില്ല. ഇനി കുറച്ചും കൂടി സമ്പത്ത് കൂടിയ ഒരു ബ്രാഹ്മണ ചിന്തയിലുമുള്ള അല്ലെങ്കിൽ ഒരു പ്രമാണിത്വ ബോധത്തിലുള്ള ആൾക്കാർ പറയും, ഇനി അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ എനിക്കിതെല്ലാം ഈ ഭൂമിയിൽ തന്നില്ലേ, അപ്പോ ഇനി ആ ലോകത്തും എനിക്ക് അതെല്ലാം തന്നോളും. ഞാൻ എപ്പോഴും നല്ല മനുഷ്യനായിട്ട് ജനിക്കുള്ളൂ, ഞാൻ പട്ടിയും പൂച്ചയും മറ്റു വസ്തുക്കളൊന്നും ആയിട്ട് ഞാൻ എന്താവൂല, ജനിക്കൂല. അല്ലെങ്കിൽ ആ രൂപത്തിലേക്കൊന്നും ആവൂല എന്റെ മാറ്റം. എന്റെ മാറ്റം എപ്പോഴും ഖൈറം മിൻഹാ മുൻഖലബ, ഏറ്റവും നല്ല മാറ്റം എനിക്ക് അവിടെയും കിട്ടും എന്നെല്ലാം ധിക്കാരഭാവേന പറയും. വളരെയേറെ ചിന്തകൾ അല്ലാഹു ചേർത്ത് വെക്കുകയാണ്. മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ. തുറാബ് എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണിൽ നിന്ന് പറയുമ്പോൾ നമ്മളാണ്ട് വായിച്ചങ്ങ് പോവുക ചെയ്യുക. പക്ഷെ അതിന്റെ അപ്പുറത്ത് അള്ളാഹു അത് എടുത്തു പറയുമ്പോൾ
അവിടെ ഒന്ന് നിന്ന് ആ വചനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ചിന്തിക്കണം എന്നാണ് അതിന്റെ ആശയം. മീൻ നുതുഫത്തി എന്ന് പറയുമ്പോൾ ആ നിന്നെ ഒരു രേതസ് ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചാന്ന് പറയുമ്പോൾ അങ്ങ് വായിച്ചു പോവാനാണോ? അല്ല, ആ ആയത്തിന്റെ അതങ്ങ് ഉച്ചരിക്കുന്നതോടുകൂടി അവിടെ അങ്ങ് നിൽക്കണം. അവിടെ നിന്നിട്ട് ചിന്തിക്കണം, ഞാൻ ആരായിരുന്നു, എന്റെ പിന്നിട്ട ജീവിതഘട്ടം എന്തായിരുന്നു എന്നുള്ളത്. ആരാണ് എന്നെ ഈ രൂപത്തിലേക്ക് എന്നെ പരിവർത്തിപ്പിച്ചത്? ഞാൻ ഉപയോഗിക്കുന്ന ഓരോന്നിന്റെയും അതിന്റെ മൂല്യം എത്രത്തോളമുണ്ട്? ഈ കണ്ണ്, ഈ കാത്, ഈ കേൾവി, ഈ സംസാര വൈഭവം, അള്ളാഹു നൽകിയ ഈ ചിന്താശക്തി, ഹൃദയത്തിന്റെ മിടിപ്പ്, അതിന്റെ ഉള്ളിലുള്ള ഒട്ടനവധി മഹാ അനുഗ്രഹ സംവിധാനങ്ങൾ ഒന്നങ്ങ് നിലച്ചു പോയാൽ മതി. ഒരു നരമ്പങ്ങ് ഒന്ന് ദ്രവിച്ചാൽ മതി, ഒന്ന് ശോഷിച്ചാൽ മതി, സംഭവിക്കാൻ പോകുന്ന എന്തെല്ലാം അപകടങ്ങളാണ്. അപ്പൊ ഈ ഒരു മഹാസൃഷ്ടിപ്പ് ആരാണ്? അതിന്റെ ആ വചനങ്ങൾക്ക് അടുത്തു നിൽക്കണം, കുറച്ച് സമയം നിന്നുകൊണ്ട് ചിന്തിക്കണം. നുതുഫ എന്ന് പറയുമ്പോ എന്താണ് ഈ സംഭവം എന്ന് നമ്മൾ ചിന്തിക്കൂല. നമ്മളെ തന്നെ മറന്നുകൊണ്ട് ഓടുകയാണ്. അതുകൊണ്ട് അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, വമൻ അറഫ നഫ്സഹു ഖദ് അറഫ റബ്ബഹു. ഒരാള് അവന്റെ ദേഹത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, അവന്റെ നാഥനെ ബോധ്യപ്പെടുമെന്നാണ്. ഇങ്ങനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാ. അപ്പൊ നോക്കിയിട്ട് കുറച്ച് സമയത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കണം. രാവിലെ മിഴി തുറക്കുമ്പോൾ ആ മിഴിയിൽ കണ്ണു വെച്ചുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നില്ലേ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ഇത് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞു എഴുന്നേറ്റു. പക്ഷെ ആ പറയുന്ന വാക്കിന്റെ കൂടെ നമ്മൾ ഒന്ന് സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ കൂടെ നമ്മൾ ഒന്ന് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങളെ ഹൃദയം തൊട്ട് സ്തുതിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഈ ആയത്തിന്റെ കൂടെ ഒന്ന് നിൽക്കണം നമ്മൾ. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്, സുമ മിൻ നുതുഫത്തിൻ, നിന്നെ നുതുഫയിൽ നിന്ന്. അത് എടുത്തു പറയാണ് നീ എങ്ങനെ ഈ രൂപത്തിലേക്ക് വന്നു എന്നുള്ളത്. സുമ്മ സവ്വാക റജുല, പിന്നെ നിന്നെ പാകപ്പെടുത്തി. സുമ്മ സവ്വാക എന്ന് പറഞ്ഞാൽ എന്താണ്? കാമിലൻ മുസ്തവിയൻ എന്നാണ് അതിന് ഭാഷാ പണ്ഡിതന്മാർ അർത്ഥം നൽകുക, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആന്റെ മുഫസ്സിരീങ്ങള്. അഥവാ നിന്റെ ഒരു വസ്തുവിനെ മനുഷ്യൻ നിർമ്മിക്കുമ്പോൾ അതിനെന്താക്കുന്നുണ്ട്? അതിനെ തസ്വീയത്ത് ചെയ്യുന്നുണ്ട് മനുഷ്യന്, ഒരു വസ്തുവിനെ. ഓരോന്നിനും അതിന്റെ വ്യത്യസ്ത രൂപങ്ങളേക്കാരം. ഇപ്പൊ ഈ ഗ്ലാസിനെ തസ്വീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രൂപത്തിൽ ഇതിനെ നിർമ്മിച്ചിരിക്കുന്നു, ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ വിരലുകള് ഇതിങ്ങനെ മടങ്ങാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്തേക്കാരം ഇതിനെ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ സവ്വാക്ക എന്ന് പറഞ്ഞാല് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇതിനെ പ്രയോഗിക്കാനുള്ള എല്ലാ അവസ്ഥയിലുമായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നാണ്. അതാണ് സവ്വാക്ക എന്ന് പറഞ്ഞാല്. യുനാസിബു, അതിനെ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിപ്പിക്കേണ്ടത് അതിനനുസൃതമായ രൂപത്തിൽ അതിനെന്താക്കി ക്രമീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ വിരലുകൾ നമുക്ക് എന്താക്കാം? ഇങ്ങനെ ആക്കാം. ഇതിങ്ങനെ ആകാൻ പറ്റുന്നില്ലെങ്കിലോ നമുക്കിതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അവിടെ ചില ആളുകളെ ഈ കെണിപ്പുകൾക്കെല്ലാം വേദന വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ആക്കാൻ പറ്റല്ലോ. അപ്പൊ നിങ്ങൾ നോക്കി, ഈ തള്ളവിരൽ ഇതിനല്ലാഹു ഇതിന്റെ തസ്വിയത്ത് എന്താണ്? ഇതിനൊരു വസ്തുവിനെ പിടിക്കാനുള്ളതാണ്. ഇതില്ലെങ്കിൽ നമുക്കൊരു സാധനം പിടിക്കാൻ പറ്റൂല, അല്ലേ? അപ്പോ അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളെ നോക്കൂ, നമ്മുടെ ഈ പുരികങ്ങളെ നോക്കൂ. അങ്ങനെ ഓരോന്നും, നമ്മുടെ കാലുകളെ, വിരലുകളെ, മുട്ടുകളെ, ഇതിനെല്ലാം എങ്ങനെയാണ് ഇതിന്റെ ജോയിന്റുകളെ തന്നെ ഉയർത്താനും ഇരിക്കാനും അതുപോലെ തന്നെ മടക്കാനും എല്ലാം ഇതിനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതിനാ തസ്വീയത്ത് എന്ന് പറയാ. വെറുതെ ഇങ്ങനെ ഒരു രൂപല്ല, ഒരു രൂപത്തെ എങ്ങനെ ഉണ്ടാക്കി വെക്കല ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിമക്ക് ഇതേപോലെ അനക്കാനും പിടിക്കാനും പറ്റുമോ? മനുഷ്യൻ മഹാവിഡ്ഢിയാണ്, അല്ലെ? നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു രൂപത്തിന് അതിന് ജീവൻ നൽകുവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നിങ്ങൾ മനോഹരമായ ഒരു പൂവ് കണ്ടു, അതിന്റെ സുഗന്ധം നിങ്ങൾ അടുത്തറിഞ്ഞ് നിങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിന്റെ സുഗന്ധത്തെ നിങ്ങൾ ആസ്വദിക്കുകയാണ്. എന്നിട്ട് ഒരു ക്യാൻവാസിലേക്ക് അതേ പൂവിന്റെ ചിത്രത്തെ നിങ്ങൾ മാറ്റുകയാണ്. അവിടെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു സുഗന്ധത്തെ അതിൽ നിങ്ങൾക്ക് ഉൾച്ചേർത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആ ചിത്രം വരച്ചിട്ട് അതിന്റെ താഴെ നിങ്ങളുടെ നാമം നിങ്ങൾ കുത്തിവെക്കും. എന്നാൽ അതിന് മുമ്പ് നിങ്ങളെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച, നിങ്ങൾ ഒരു സുഗന്ധം ആസ്വദിച്ച് കുറെ സമയം നിന്ന ഒരു പൂവുണ്ടല്ലോ, ആ പൂവിന് ആ ഭംഗി നൽകിയ, ആ നിറം നൽകിയ, ആ സുഗന്ധം നൽകിയ നാഥന്റെ നാമത്തെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കൂല മനുഷ്യന്. എന്തും കാണുന്നതിനെ
ആ കാണുന്ന വസ്തുവിന്റെ മുമ്പിൽ അവൻ സ്തബ്ധനായി നിൽക്കുകയും എന്നിട്ട് അതിനെ ക്യാൻവാസിലേക്ക് പകർത്തി അവന്റെ നാമത്തെ കുത്തിവെക്കുമ്പോഴും ആ നിറമുള്ള, മണമുള്ള, ആ സൗന്ദര്യമുള്ള ഒന്നിനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരമായി ഒരു മഹാസൃഷ്ടാവിനെ അവന്റെ ഹൃദയത്തിലോ പുറത്തിലോ കുത്തിവെക്കൂല മനുഷ്യന്. ഇതാണ് മനുഷ്യന്. അതുകൊണ്ടാണ് തസ്വിയത്ത് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് ഈ തല അനക്കാനും എത്രയോ ആളുകൾക്ക് തല പിറകോട്ടോ മുന്നോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ചിരിക്കാൻ കഴിയാത്ത ആൾക്കാരില്ലേ, ഇരിക്കാൻ കഴിയാത്ത ആൾക്കാരില്ലേ. ആ തസ്വിയത്ത് അങ്ങ് നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന മനുഷ്യന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. അതാണ് തസ്വിയത്ത് എന്ന് പറയുന്ന ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവന്റെ ജീവിതത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുവാനുള്ള ഒരു അവസ്ഥാവിശേഷം ആ ശരീരത്തിന് നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുമ്പിൽ നിൽക്കുന്നത് പുരുഷനായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് റജുല എന്ന് പറഞ്ഞത്? നിന്നെ ഈ രൂപത്തിലൊരു മനുഷ്യനായി കൊണ്ടുവന്നില്ലേ എന്നാണ് അർത്ഥം. ആണാകുക എന്നുള്ളത്, ആകുക എന്നുള്ളത് അത് നമ്മുടെ ഒരു നിർണയത്തിന്റെ ഭാഗമല്ല. അതിലും ഒരു ചിന്തയുണ്ട്. ഒരാള് ഒരു കുട്ടി ആണായി പിറന്നു അല്ലെങ്കിൽ ഒരു പെണ്ണായി പിറന്നു എന്നുള്ളത് അത് ആരുടെയും ഒരു മുൻധാരണയുടെ അല്ലെങ്കിൽ ഒരു മുൻ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അത് അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമത്തിന് വിധേയമായി മാത്രം നടക്കുന്ന ഒന്നാണ്. ഞാൻ ആണായി എന്നുള്ളത് അത് ഞാൻ മുൻകൂട്ടി നടത്തിയ ഒരു പ്ലാന് അള്ളാന്റെ കയ്യിൽ കൊടുത്ത് അല്ലെങ്കിൽ ഈ സൃഷ്ടാവിന്റെ കയ്യിൽ കൊടുത്ത് ഇന്ന ഈ രൂപത്തിൽ, ഇന്ന ഈ കളറിൽ, ഇന്ന ഈ ദേശത്ത്, ഇന്ന ഈ പ്രദേശത്ത്, ഇന്ന ഉപ്പയുടെ മകനായിട്ട് ഇന്നെങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടല്ല. ഒരു പെണ്ണിനെ ആ രൂപത്തിൽ അവൾ കൊടുക്കുന്ന ഒന്നിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതല്ല. എല്ലാം അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമത്തിന് വിധേയമായി വരുന്നതാണ്. അപ്പോ എല്ലാം തന്നെ നിന്റെ നാഥന്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയമായി ഈ ഭൂമിയിൽ വന്ന നീ നിന്റെ നാഥനെ നിഷേധിച്ചുവല്ലേ? അത് പ്രതിഷേധാർഹമാണ് നിന്റെ ഈ വർത്തമാനം എന്നാണ് ആ അക്ഫർത്ത എന്നുള്ള വാക്കുകൊണ്ട് ആ ഒരു പ്രയോഗത്തിലൂടെ ആ വ്യക്തി സൂചിപ്പിക്കുന്നത്. സമയം തീർന്നു എന്ന് കരുതുന്നു. പിന്നെ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓരോ ആയത്തുകളെ കൂടെ നടക്കുകയും ഓരോ ആയത്തുകൾക്ക് കൂടെ നിൽക്കുകയും അതിന്റെ ആ പ്രയോഗങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന, നല്ല ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന നല്ലവരായ മനുഷ്യരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു ആയത്ത് കൂടി വിശദീകരിക്കണമെന്ന് കരുതി, പക്ഷേ സമയം തീർന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു